ഭർത്താക്കന്മാരുടെ ശാപവും പാപവും കാരണം കഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ രോഗത്തിരിക്കുന്നവർ, ബെഡിഡനായിരിക്കുന്നവർ, ഒത്തിരി സിക്കായിരിക്കുന്നവർ, മെഡിസിൻ എടുത്തിട്ടും മുന്നോട്ടും വരാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ വിചാരിക്കത്തില്ലേ, ബൈബിളിൽ എവിടെ ആയിരിക്കും ദൈവമേ ഇങ്ങനെ ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ട വാക്യങ്ങളുള്ളതെന്ന്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ അധ്യായമാണ്. അപ്പോൾ നമുക്ക് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരൊക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതിയെന്ന മേലാടയും കൊടുപ്പാനും അവർ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ